ചേന്നമംഗലം പലമരത്തണലിൽ നടന്ന കൈനിലയുടെ ത്രിദിന ചിത്രശില്പകലാ ക്യാമ്പ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വി.എൻ. രാധാകൃഷ്ണൻ ആർട്ടിസ്റ്റ് ഷൈൻ നാരായണനെ അനുസ്മരിക്കുന്നു. ഷൈൻ്റെ ഒരു അനുസ്മരണ കൂടിച്ചേരലിൽ ഒരു ഭാഗമാക്കുക എന്നുള്ളത് ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു തീഷ്ണത അറിയാമല്ലോ. വളരെ മാനസിക സംഘർഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. എന്നിരുന്നാലും മരണം എന്നത് ഒരു നിത്യമായ സത്യവും അത് അതേ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ട് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ നമ്മൾ ഒപ്പം നടന്ന ആളുകൾ നമുക്ക് പ്രചോദനമായി മാറുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എങ്ങനെയാണ് അവർ ജീവിച്ചു വന്നപ്പോൾ അത്തരം കാര്യങ്ങളെ തന്മയത്വത്തോടുകൂടി തരണം ചെയ്തത്, അത് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ അത് പ്രതിഫലിക്കണമെന്നും പലപ്പോഴും നമ്മളുടെ കൂടെയുള്ള ആളുകളെ നമ്മൾ അറിയുന്നതും തിരിച്ചറിയുന്നതും മരണശേഷമുള്ള വായനയിലൂടെ ആയിരിക്കും. എന്നിരുന്നാലും ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് പലപ്പോഴും ഒരു കലാകാരൻ എന്ന നിലയിൽ അവൻ്റെ ആദ്യ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തുടങ്ങി വളരെ മാറി നിന്ന് നോക്കി വീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. ചെറുപ്പം മുതലേ തന്നെ ഒരു അക്കാഡമിക് ലെവലിലേക്കുള്ള ചിത്രകലാ പഠനത്തിലേക്ക് കടക്കുമ്പോഴും പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ നോയൽ രാജാണ് വീട്ടിലെ ജ്യേഷ്ഠ സഹോദരൻ. അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ കലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്കവിതകളും കവിതകളും ഒക്കെ രചിക്കുന്ന ഒരു സാഹിത്യ അന്തരീക്ഷം ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയിരുന്നു. അപ്പം അതിൽ നിന്ന് ചെറുതായിട്ടുള്ള പ്രചോദനം ഉൾക്കൊണ്ട് ഷൈൻ ചിത്രകലയിലേക്കാണ് മാറിയത്. ആദ്യ കാലഘട്ടത്തിൽ ഞാനായിരുന്നു ചെറുതായിട്ടെങ്കിലും വരച്ചിരുന്നത്. പിൽക്കാലത്ത് എനിക്ക് ഇത് വന്നില്ല. ഞാനൊരു എഞ്ചിനീയറാണ്. ആ മേഖലയിലേക്ക് മാറി. ഷൈൻ വളരെ ചെറുപ്പത്തിലെ തന്നെ വരട ലോകത്തിലേക്ക് മാറുകയും പിന്നീട് ചെറുപ്പത്തിലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ളൊരു ആഭിമുഖ്യം പുള്ളിയിലേക്ക് ആ ചെറുപ്രായത്തിൽ സാധാരണഗതിയിൽ അവിടെയൊക്കെ സംഭവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളിൽ പെട്ട് അതിലേക്ക് ആകർഷണമാകുകയും അതിനെ വരയുടെ സിദ്ധാന്തത്തിലേക്ക് ഉൾച്ചേർക്കുകയും ചെയ്തുകൊണ്ടുള്ള രചനാ രീതി, അന്ന് നിലനിന്നിരുന്ന ചിത്രരചനാ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവൻ വരക്കുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുമായിരുന്നില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ പറയും ഇത് അതിൻ്റെ അതായത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഞങ്ങൾ വരക്കുന്ന പോലെ, ഞങ്ങൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ടുള്ള ലൈൻ ഉപയോഗിച്ചാണല്ലോ ഈ പ്ലാനുകൾ ഡിസൈൻ ചെയ്യുന്നത്. പലപ്പോഴും ആ ഋജുവായ രേഖകൾ ഇവൻ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, നമ്മൾ സാധാരണ ബ്രഷ് കൊണ്ട് വളഞ്ഞ ലൈനുകളല്ലേ കൂടുതൽ ചെയ്യാറ്? അപ്പൊ ഇവൻ പറയും പല കാര്യങ്ങളും നമുക്ക് തീവ്രമായിട്ട് ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കണമെങ്കിൽ ഇത് ഒരു മീഡിയ മാത്രമാണ്. അപ്പൊ ആ മീഡിയ നമുക്ക് സന്നിവേശിപ്പിക്കണമെങ്കിൽ ഈ തിരച്ചീലവും ഋജുവായിട്ടുള്ള ഈ രേഖകൾ കൊണ്ട് ഇത് നമുക്ക് വേഗം ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിൽക്കാലത്ത് ഞാൻ ഈ ചിത്ര പ്രദർശനങ്ങളൊക്കെ പലയിടത്തും കാണുമ്പോൾ ഈ രീതി ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതാണ് പ്രഗത്ഭരായുള്ള ചിത്രകാരന്മാർ പലപ്പോഴും ഉപയോഗിക്കാറുള്ള പല സങ്കേതങ്ങളും ഈ ചെറുപ്പത്തിലെ തന്നെ ഷൈൻ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അത് അത്രയും ചിത്രകാരന്മാരുടെ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചിട്ടായിരിക്കണമെന്നില്ല. പലപ്പോഴും തന്നിലുള്ള വൈഭവം പുറത്തെടുക്കാനായിട്ട് ഒരു പക്ഷേ അവർക്ക് കിട്ടിയിരിക്കുന്ന അതേ പ്രചോദനം തന്നെ ആയിരിക്കണം ചെറുപ്പകാലങ്ങളിൽ ഷൈനും കിട്ടിയിരിക്കുന്നത്. പക്ഷെ പിൽക്കാലത്ത് ചിത്രകലാ രീതിയിൽ തന്നെ ഇവിടെ ആരോ സംസാരിച്ച പോലെ വർണ്ണങ്ങളുടെ വൈവിധ്യം ഞാൻ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. വർണ്ണങ്ങള്, അതായത് എന്തെങ്കിലും ഒരു കളറെ കുറിച്ച് ഷൈനോട് ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ആ കളറിന്റെ ഡിഫറെന്റ് ടോണുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പുള്ളി പറയും. അതായത് കളർ കാണിച്ചാൽ പോലും ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് ഈ കളർ ബെസ്റ്റർ ആണെന്ന് ചോദിച്ചാൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ സൈറ്റുകളിൽ കുറെ കൂടി ഞാനിങ്ങനെ 4 കെട്ട് പോലുള്ള വീടുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനാട്ടമി, പലപ്പോഴും അതിൻ്റെ ഒരു അനാട്ടമി വലിയ പ്രശ്നമാണ്. കാരണം അതിൻ്റെ വിട്ടും അതിൻ്റെ ഹൈറ്റൊക്കെ നോർമലി ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വരച്ചെടുക്കുമ്പോൾ അത് ആ ഒരു സ്പേസിൽ എത്രത്തോളം ഉൾക്കൊള്ളും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളത്, ആ സ്പേസും അതിൻ്റെ ഹൈറ്റും അതിൻ്റെ വിട്ടും പ്രൊപ്പോർഷൻ ആവണമല്ലോ. അതൊരു മനുഷ്യനെ പോലെ തന്നെ ഒരു അനാട്ടമി ഉണ്ട് അതിന്.
അപ്പം ഈ അടുത്ത കാലം വരെയുള്ള പല ഇതിലും ഞാൻ വരച്ചു കഴിയുമ്പോൾ ഇതിന്റെ വിട്ടും ആ ലെങ്ത്തും ഇതിന്റെ ഹൈറ്റും തമ്മിൽ പ്രൊപ്പോർഷൻ ആവാനുള്ള ഒരു അനാട്ടമി ഞാൻ ചോദിക്കും. വളരെ ഈസി ആയിട്ട് പുള്ളി അതിന്റെ ഒരു അനാട്ടമി എനിക്ക് പറഞ്ഞുതരും. ഈ ഇത്രയും ലെങ്ത് പോയി കഴിഞ്ഞാൽ മിനിമം ഈ ഹൈറ്റെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ സ്ലോപ്പ് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ സാധനം ഇന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്താൽ മാത്രമേ ഇത് ടോട്ടലി ഒരു ഭംഗിയായി കാണുള്ളൂ. അങ്ങനെ പലപ്പോഴും ഞാൻ എൻ്റെ പല സൈറ്റുകളിലും കൊണ്ടുപോയിട്ട് ഈ അഭിപ്രായം പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഗതി ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ഒരു എഞ്ചിനീയറാണ്, പ്രത്യേകിച്ച് എനിക്ക് സ്ട്രക്ചറിലാണ് താല്പര്യം. അപ്പോ അതില് ഈ രീതിയിലേക്ക് ഒരു കലാകാരൻ എന്ന നിലയിൽ അതെങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരം പോലെ തന്നെ, അല്ലെങ്കിൽ പ്രകൃതിയിൽ എങ്ങനെയാണ് ഒരു വലിയ ഒരു മരം മഹാവൃക്ഷം എങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു, ആ രീതിയിലേക്ക് ഇതിനെ വളരെ പെട്ടെന്ന് തന്നെ സന്വേഷിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് ഞാൻ ഒരു ബ്രദർ എന്ന നിലയിൽ പലപ്പോഴും വായിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കലാകാരനായിരിക്കുമ്പോഴും അതേപോലെ സാധാരണ കുടുംബനാഥനായിരിക്കുമ്പോഴും അത് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം സ്വായത്തമായിട്ടുള്ള കാര്യങ്ങൾ അത് തന്റെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്ന പോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അത് സന്നിവേശിപ്പിക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാനും കൺവേ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി പുള്ളിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ മാറി നിന്ന് പലപ്പോഴും വീക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനെ ഞാൻ പലപ്പോഴും ആ രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഷൈൻ്റെ നമ്മൾക്ക് അകാലത്തിൽ ആണ് നമ്മൾ അദ്ദേഹം വിട്ടുപോകുന്നത്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ മരണം എന്നുള്ളത് ഒരു ശാശ്വത സത്യമാണ്. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, നമുക്ക് കഴിഞ്ഞു പോയ കാലങ്ങളിൽ അവർക്ക് നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു വെളിച്ചമുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച വഴികളുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ കരുതി വെച്ച ആ ചിരാതുകളുണ്ടല്ലോ, അതിൽ നിന്നുള്ള ചെറിയ വെളിച്ചം പലപ്പോഴും ഈ കുട്ടികളുടെ, എനിക്ക് തോന്നുന്നു ഷൈൻ്റെ മകളെ ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു എക്സിബിഷൻ നടത്തിച്ചിട്ടുണ്ട്. കാരണം ആ കുട്ടി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ. നമ്മൾക്ക് എന്ത് കഴിവ് കുറവുകൾ ഉണ്ടെന്നല്ല, ഉള്ള കഴിവുകളെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ മൂർച്ച വെപ്പിച്ച് നമ്മൾ ആ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്. അതല്ല സമയം നമ്മളോട് ആളുകൾ പറയണത് നിനക്ക് കഴിവൊന്നുമില്ല, ടൈ ചെയ്തൊന്നും ശരിയായിട്ടില്ല, ഇത് ഇങ്ങനെയല്ല വരക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അന്നത്തോണ്ട് അവസാനിക്കും. അങ്ങനെ ആയിരുന്നില്ല. ഇതിൽ പലരും രാജു ആയി കഴിഞ്ഞാലും കുട്ടികൾക്ക് ഇത്ര അന്തസ്സായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനെ ഞാൻ രാജുവിനെ കണ്ടിട്ടുള്ളൂ. ചെറിയ കുട്ടികളോട് ചങ്ങാത്ത സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു രീതിയാണ് രാജു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ കുട്ടികളായി കഴിഞ്ഞാൽ, അവരുടെ പുതിയ തലമുറയിലെ കുട്ടികളായി കഴിഞ്ഞാൽ അവരെ എൻകറേജ് ചെയ്യുന്ന കാര്യത്തിൽ ഷൈൻ്റെ കൂട്ടുകാരും വളരെ സജീവമായിട്ട് തന്നെ ആ ഈ സമയം വരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് ഞാൻ മാറി നിന്ന് കണ്ടിട്ടുള്ള. ഏതാണ്ട് അതിൻ്റെ ഉപോത്പലകമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന നിലയിൽ ഇന്ന് നമ്മൾ ഒരു ഷൈൻ ഓർമ്മയിൽ നിന്നുകൊണ്ട് ഈ ക്യാമ്പ് ഈ രീതിയിൽ സംഘടിപ്പിച്ചതും, അതും പ്രത്യേകിച്ച് പ്രകൃതിയാൽ വളരെ അനുഗ്രഹീതമായ ഈ പേര് പോലെ തന്നെ പല മരത്തണൽ, ജനാധിപത്യത്തിന്റെ പോലെ തന്നെ വൈവിധ്യങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ചേരുമ്പോൾ ജനാധിപത്യം സമ്പുഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പല മരങ്ങളുടെ തണലിൽ അവർക്ക് അവരുടേതായ ആശയങ്ങൾ സത്യസന്ധമായും വ്യക്തമായും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി ഇത് മാറട്ടെ. അതിനോടൊപ്പം തന്നെ ഇത്തരം ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തും. നന്ദി, നമസ്കാരം.